ഹായ് ഫ്രണ്ട്സ്, ജോബിയാണേ. ഞാനിപ്പം വന്നിരിക്കുന്ന എൻ്റെ സ്വപ്നങ്ങൾക്ക് ചിറക് മുളയ്ക്കാൻ തുടങ്ങി. അത് നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കാനായിട്ടാണ്. ഇത് കണ്ടോ, ഇതിപ്പം എൻ്റെ ഫീൽഡാണ്, ഡ്രം സീഡർ ചെയ്ത ഫീൽഡ്. 27 ദിവസമായ ഫീൽഡാണിത്. കണ്ടോ, ഇപ്പം എൻ്റെ കുക്കുംബർ എന്ത് പരുവത്തിലാണെന്ന് നോക്കി. അതാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ വന്നത്. കാണിച്ചു തരാം. കുക്കുംബറിന് ഞാൻ വെള്ളം ഇണക്കിക്കൊണ്ടിരിക്കുകയാണ്. കായൊക്കെ വന്നു തുടങ്ങി. 10 ദിവസത്തിനകം എനിക്ക് കാ വിളവെടുക്കാൻ പറ്റും. കണ്ടോ കണ്ടോ, വെള്ളം വീഴുന്ന കണ്ടോ. ഇതിനെല്ലാം കായുണ്ട്. കണ്ടോ, കാ കണ്ടോ, ഓരോ മുട്ടിനും കായ, ഓരോ മുട്ടിനും. അപ്പോൾ ഇതിന് പന്തലിടാൻ വേണ്ടി ഇന്ന് വന്നതാണ്. കണ്ടോ, വേലിപ്പന്തലാണ് ഇണക്കിക്കൊണ്ടിരിക്കുന്നത്. കണ്ടോ, പൂർത്തിയായില്ല. ഇതിനെല്ലാം നല്ല രീതിയിൽ വെള്ളം കിട്ടുന്നുണ്ട്. കണ്ടോ, ഡ്രം സീഡർ ചെയ്ത നെല്ല് നിൽക്കുന്ന നിപ്പ് കണ്ടോ. ഒരുപാട് വെള്ളം കൊടുക്കുന്നില്ല. ഇത് ഒരു ചൂടേന്ന് എത്ര ചെനപ്പായെന്ന് നോക്കി. കണ്ടോ, ഇത്തവണ നമ്മളെ കളനാശിനി ചതിച്ചതാണ്. ഈ ഒരു കള പോയില്ല, കുഴപ്പമില്ല. കുക്കുംബർ കണ്ടോ, ഉണ്ടോ, എല്ലാത്തിനും കായുണ്ട്. ഇതിനകത്ത് വേറൊരു പരീക്ഷണം ഞാൻ ഇതിനകത്ത് ചെയ്തു, അത് കാണിച്ചു തരാം. ഒരു ബാഗിനകത്ത് മാത്രം ഇപ്പം ഈ താഴേന്നില്ല, ഈ താഴേന്ന് ഇപ്പം ഞാൻ ഈ നിൽക്കുന്ന ഇവിടുത്തെ ഈ മണ്ണില്ലേ, ഇത് മണ്ണ് വാരി ഫില്ല് ചെയ്ത് വെച്ച് കൊടുത്തേ. അപ്പോൾ നമ്മുടെ മണ്ണിൻ്റെയൊക്കെ ഒരു പവർ എന്ത് വളമാണെന്ന് നോക്കി. നമ്മുടെ കുട്ടനാട്ടിലെ മണ്ണിന് ഉണ്ടോ, ഈ ചെടിയുടെ ആരോഗ്യം കണ്ടോ. വേറെ ഒന്നുമില്ല, എല്ലാത്തിനും ഇത് കണക്ക് തന്നെ ഈ മണ്ണ്. പക്ഷേ ഇത് പെട്ടെന്ന് സെറ്റായി പോവും. നമുക്ക് വെള്ളത്തിന് ഒരു പഞ്ഞവും ഇല്ല. കണ്ടോ, എന്തോരം വെള്ളമാണെന്ന് നോക്കി. ഇതിപ്പം അവിടെ നിന്നാണ് വരുന്നത്. അവിടുന്ന് നമ്മുടെ പയ്യൻ അവിടെ പയറൊക്കെ എൻ്റെ ഇട്ടിരിക്കുകയാണ്. അത് അടുത്ത വേറൊരു ഇതായിട്ട് കാണിക്കാം. ഇതിന് വേറൊരു കൂട്ടമുണ്ടേ. അപ്പോൾ ഇതിന് നമുക്ക് ഉണ്ടോ, ഇത്രയും വെള്ളം വരുന്നുണ്ട്. ഉണ്ടോ, ഇത്രയും വെള്ളം. കുക്കുംബർ വലുതാകുന്നതനുസരിച്ച് ഇതിന് ത്രൂ ഔട്ട് വെള്ളം വേണം. നമുക്ക് വെള്ളം ഫ്രീ അല്ലേ, വൈദ്യുതിയും വേണ്ട. കണ്ടോ, ഇത് വിജയിച്ചാൽ അടുത്ത വർഷം ഒരുപാട് പേര് ഇത് ഫോളോ ചെയ്യും. കാരണം മൊത്തം ബാഗാണ് ഇപ്പോൾ വേണ്ടൊരു 100 ബാഗാണ്. 100 ബാഗാണ് ഇണക്കി വെച്ചിരിക്കുന്നത്. ഇനി അപ്പുറത്തെ വരമ്പും ഉണ്ട്, അവിടെയും ചെയ്യണം. ഇപ്പം ഉണ്ടോ, ഡ്രം സീഡർ ചെയ്ത നെല്ല് കണ്ടോ. ഇതിനകത്ത് ഒന്നും സംഭവിക്കില്ല. കണ്ടോ, എത്ര വേഗത്തിൽ വെള്ളം നടക്കാം. നമുക്ക് ഒരു നെല്ലെ പോലും ചവിട്ടണ്ട. കഴിഞ്ഞ പ്രാവശ്യത്തിൽ നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് ഇത്തവണത്തെ എൻ്റെ ഡ്രം സീഡറിൻ്റെ വിത വന്നിരിക്കുന്നത്. ഓരോ വർഷവും നമ്മൾ എക്സ്പീരിയൻസ്ഡ് ആകുകയാണ്. ഇതിനകത്തൊന്നും കളയില്ല, ഒന്നും കാണുന്നില്ലല്ലോ.